ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ രാജ്യത്തെ 102 മണ്ഡലങ്ങൾ വിധിയെഴുതി. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ 62.37% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ പോളിംഗ് ത്രിപുരയിലും ഏറ്റവും കുറവ് ബീഹാറിലും രേഖപ്പെടുത്തി. അടുത്ത 5 വർഷം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. 7 ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും അധികം സീറ്റുകൾ വിധിയെഴുതുന്ന ഘട്ടമാണ് പൂർത്തിയായത്. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. ബംഗാളിലും ത്രിപുരയിലും പുതുച്ചേരിയിലും അസമിലും പോളിംഗ് 70%-ത്തിൽ അധികമാണ്. മധ്യപ്രദേശ്, UP, മിസോറാം, മേഘാലയ, ഛത്തീസ്ഗഡ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ബീഹാറിലാണ് ഏറ്റവും കുറവ് പോളിംഗ്, 46.32%. കലാപഭൂമിയായ മണിപ്പൂരിൽ 69.18% രേഖപ്പെടുത്തി. പ്രത്യേക സംസ്ഥാനമെന്ന ആവശ്യമുന്നയിച്ച വോട്ട് ബഹിഷ്കരണം നടത്തിയ നാഗാലാൻഡിന്റെ കിഴക്കൻ മേഖലയിലെ 6 ജില്ലകളിൽ ആരും വോട്ട് ചെയ്തില്ല. ഈസ്റ്റേൺ നാഗാലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടാണ് ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തത്. തമിഴ്നാട്ടിലെ ആകെയുള്ള 39 സീറ്റിലേക്കും വോട്ടെടുപ്പ് നടന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെ പ്രമുഖരെല്ലാം വോട്ട് രേഖപ്പെടുത്തി. മുൻ ഗവർണറും 5 മുൻ മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരുമടക്കം 1625 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തണമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന. അരുണാചൽ പ്രദേശിലും സിക്കിമിലും നിയമസഭാ വോട്ടെടുപ്പും നടന്നു. ദക്ഷിണേന്ത്യയിൽ ചുവടുറപ്പിക്കാൻ BJP ശ്രമിക്കുമ്പോൾ രാജ്യത്ത് BJP ഭരണം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുമായി മുമ്പോട്ട് പോകുകയാണ് പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യം. കൈരളി ന്യൂസ്, ദില്ലി.